ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടെ മീൻ വളർത്തിയായിരുന്നു. മീൻ എന്ന് പറയുന്ന ഗപ്പികൾ, ഇഷ്ടംപോലെ പലതരം വെറൈറ്റി ആയിട്ടുള്ള ഗപ്പികൾ വളർത്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ പപ്പ എനിക്ക് സിമൻറ്റ് ടാങ്ക് വാങ്ങിച്ചു തന്നു. ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഞാൻ കുറേ മീനുകളൊക്കെ വളർത്തിയിരുന്നു. കോവിഡ് സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയൊന്നും ശ്രദ്ധിക്കാതെ പോയപ്പോൾ അതെല്ലാം ചത്തുപോയി. പിന്നെ അപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് എല്ലാം അങ്ങ് ചീത്തായി പോയി. ഇപ്പോൾ എനിക്ക് പപ്പ കൊണ്ടുവന്ന് സിമൻറ്റ് ടാങ്ക് ഇപ്പോൾ ഒഴുകുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ആഗ്രഹം മീൻ വളർത്തണമെന്ന്. അതുകൊണ്ട് അതിനെ വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്ത് അതിൽ വെള്ളം നിറച്ചിട്ട് പപ്പയെടുത്ത് എങ്ങനെയെങ്കിലും കാലൊടിച്ച് സമ്മതിക്കണം മീൻ വാങ്ങണമെന്ന്. ഓക്കെ, നമുക്ക് കഴിവാം. അതാണ് ഈ ടാങ്കിൻ്റെ അവസ്ഥ. എല്ലാ ചവറുകളും എല്ലാം വാരി എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴുകി റെഡിയാക്കണം. ഇതാണ് ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അവസ്ഥ. എല്ലാ ചവറുകളും എല്ലാം വാരി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നല്ലവണ്ണം വൃത്തിയാക്കി കഴുകിയ ശേഷം എടുത്ത് വെള്ളം ഒഴിച്ച് മീൻ വാങ്ങണം. ഇവിടുത്തെ വെള്ളം ബ്ലീച്ചിങ് പൗഡർ കലക്കിയിട്ടുള്ള നല്ല പൈപ്പ് വെള്ളമാണ്. അതുകൊണ്ട് മീനുകൾക്കൊന്നും പിടിക്കില്ല. അതുകൊണ്ട് മുകളിലത്തെ വീട്ടിൽ കിണർ വെള്ളമാണ്. അതുകൊണ്ട് കിണർ വെള്ളം അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് കഴുകാം, എന്നിട്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനെന്ന് പറയുന്നത് ആൽബിനോ ഫുൾ റെഡ് ഐ ആണ്. അപ്പോൾ അത് പപ്പയുടെ അടുത്ത് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് വാങ്ങണം. പിന്നെ നമ്മൾ പപ്പയാണെങ്കിൽ കുറേ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആൽബിനോയുടെ ഫുൾ റെഡ് ഐ, മോസ്കോ ബ്ലൂ ഉണ്ടായിരുന്നു. അങ്ങനത്തെ വെറൈറ്റി മീൻ ഫുള്ളുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തെ കോവിഡ് സമയമൊക്കെ കുറേ മഴയുണ്ടായിരുന്നു, കുറേ ദിവസം മഴയുണ്ടായിരുന്നു. അതിലെല്ലാം മീൻ ഒഴുകി കുറേ പോയി. പിന്നെ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അത് ജീവിച്ചില്ല, അത് ചത്തുപോയി അങ്ങ്. പിന്നെ എങ്ങനെയെങ്കിലും സമ്മതിച്ചെടുക്കണം നമുക്ക്. ഇനി ഇത് ക്ലീൻ ചെയ്യാം. പാമ്പെല്ലാം ഉണ്ടായിരുന്നു, എനിക്കറിഞ്ഞത്. കുറേ വേറൊക്കെ കിടക്കുന്നു. അമ്മ എനിക്ക് ഇങ്ങനെ നിവർത്തി വെച്ച് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം എൻ്റെ പണിയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം അത് തേച്ച് കഴുകിയിട്ടുണ്ട്. ഇനി പപ്പ വന്നിട്ട് വേണം മീനൊക്കെ വാങ്ങിക്കാൻ. ഇനി ഇവിടെ വെള്ളം നിറച്ച് വയ്ക്കണം. ഇവിടുത്തെ വെള്ളം കൊള്ളൂലാത്തതുകൊണ്ട് ഇനി മേളിൽ ചെന്നിട്ട് വെള്ളം എടുത്തിട്ട് ഇതിൽ വെള്ളം നിറച്ച് വയ്ക്കണം. എന്നിട്ടും പപ്പ വന്നിട്ട് മീൻ വാങ്ങണം. അപ്പം ഞാൻ മേളത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം എടുക്കാൻ പോകാം. എന്നിട്ട് വന്നിട്ട് വെള്ളം ഒഴിച്ചിടാം. എന്നിട്ട് പപ്പ ഇവിടെ ഇല്ല, ജോലിക്ക് പോയിക്കാണ്. വന്നിട്ട് നമുക്ക് മീൻ വാങ്ങാൻ പോവാം. വാ. ഞാൻ വെള്ളം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒഴിക്കാം. ഇത്രയും വെള്ളമൊന്നും പോരാ, ഇനിയും എടുക്കണം. അതുകൊണ്ട് ഇനി എടുത്തിട്ട് ഒഴിക്കാം. വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പപ്പ വരണത് വരെ വെയിറ്റ് ചെയ്യണം. ഹായ്. അപ്പോൾ പപ്പ ജോലിയൊക്കെ ചെയ്ത് വന്ന് റിലാക്സ് ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. നമുക്ക് മീൻ വാങ്ങിച്ച് തരുമെന്നൊന്ന് ചോദിക്കാം. പപ്പ ഇവിടെ ന്യൂസും കണ്ടുകൊണ്ട് കിടക്കുകയാണ്.
പപ്പയെടുത്ത് എന്ത് വണ്ടി ടി വി നമ്പർ ഇരിക്കുന്നത് കാണണ്ടേ? കുറെ കാണിച്ചിട്ട് കൊന്നു കളഞ്ഞ ഓർമ്മയില്ല എനിക്ക്. അമ്മ വന്നു. അപ്പൊ നീ കൊല്ലാൻ പോണേ അടുത്ത്? എങ്ങനെ എങ്ങനെ വളർത്തുന്നത്? എവിടെയെങ്കിലും പോകുമ്പോഴും വാങ്ങി. ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കുറേ മുമ്പ് പപ്പ കുറേ മീൻ വാങ്ങിച്ചു തന്നു. അത് എന്തോ പെട്ടെന്നങ്ങ് പോയി. അപ്പോൾ തന്നെ കുറേ വഴക്ക് കിട്ടി എനിക്ക് ഉപയോഗിക്കും തന്നെ. അപ്പോൾ ഇപ്പം പെട്ടെന്ന് സമ്മതിക്കും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുള്ളൂ. ബൈ.